കെ.ആർ. ഗോപികൃഷ്ണൻ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, ഇന്നലെ വിശ്വസ്തരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് രക്ഷാകവചം തീർത്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം, അദ്ദേഹം ഈ വിഷയത്തിൽ മൗനം വെടിഞ്ഞുകൊണ്ട് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രതികരണമായിരുന്നു. അതിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആൾ എന്നാണ് പി ശശിയെ മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്നത്. അതേ പി ശശിയെ മണിക്കൂറുകൾക്കുള്ളിൽ വാർത്താ സമ്മേളനം നടത്തി സ്വർണ്ണക്കടത്തിന്റെ പങ്ക് പറ്റുന്നയാൾ എന്നുള്ള അതിഗുരുതരമായ വിമർശനം പി.വി. അൻവർ ഉന്നയിച്ച സാഹചര്യം, ഈ മുഖ്യമന്ത്രി പി.വി. അൻവറിന്റെ രാഷ്ട്രീയ വഴി സൂചിപ്പിച്ചുകൊണ്ട് പണ്ട് കോൺഗ്രസ് ആയിരുന്നു എന്ന് പറഞ്ഞ പരാമർശം, അതിന് പണ്ട് EMSഉം കോൺഗ്രസ് ആയിരുന്നു എന്നുള്ള മറുപടി, അങ്ങനെ നേരിട്ട് മുഖ്യമന്ത്രി ആക്രമിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എണ്ണി മറുപടി പറയുന്ന പി.വി. അൻവറിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോഴും പാർട്ടിയിലൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി പി.വി. അൻവറിനെ കൈവിടുകയാണ്. ഈ സാഹചര്യത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? കെ.ആർ. ഗോപികൃഷ്ണൻ. ശ്രീജിത്ത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 ഉന്നതർക്കെതിരെയും പോലീസിലെ പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെയും പി.വി. അൻവർ തുറന്നുവിട്ട ആരോപണങ്ങളുടെ വിവാദ കൊടുങ്കാറ്റിൽ അൻവർ ഒറ്റപ്പെടുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പി.വി. അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ളൊരു നിലപാട് പാർട്ടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം റിജിത്ത്, നമുക്കറിയാം, മുഖ്യമന്ത്രി പി.വി. അൻവറിന്റെ നിലപാടുകളെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം പ്രയോഗിച്ചൊരു വാക്ക് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല എന്നാണ് പി.വി. അൻവർ പരസ്യമായി മാധ്യമങ്ങളിലൂടെ പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ച അദ്ദേഹത്തിന്റെ ഭാഷ അതായിരുന്നു. അതായത് പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിന് മതിയായ വേദികളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിയിൽ ഈ പരാതികൾ നൽകാമായിരുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സർക്കാരിന് ഈ പരാതികൾ നൽകാമായിരുന്നു. ഭരണകക്ഷി MLA എന്ന നിലയിൽ, ഇടതുമുന്നണിയുടെ പാളയത്തിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഈ മര്യാദകൾ പി.വി. അൻവർ പാലിച്ചില്ല എന്ന തന്റെ പരാതിയും ആക്ഷേപവും പരസ്യമായി അദ്ദേഹം അതൃപ്തിയായി പ്രകടിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചെയ്തത് എന്നത് നമ്മൾ കണ്ടു. അവിടെയാണ് തൊട്ടു പിന്നാലെ നേരത്തെ റിജി സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി എത്രത്തോളം ശക്തമായ ഭാഷയിലാണോ പി.വി. അൻവറിനെ തള്ളിപ്പറഞ്ഞത്, അതേ ഭാഷയിൽ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന പി.വി. അൻവറിനെ നമ്മൾ കണ്ടു. അപ്പോഴും അൻവറിന്റെ മുന്നിലുള്ള ഒരു പ്രതീക്ഷ നമുക്കറിയാം. ഇതുവരെ മുഖ്യമന്ത്രിയെ ഒരു കൂട്ടർ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ തന്നെ ദുർബലപ്പെടുത്തുന്ന തരത്തിലായിരുന്നു അൻവർ ഇതുവരെ ആരോപണങ്ങൾ ഉന്നയിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം അത് പാർട്ടിയെ കൂടി കക്ഷി ചേർക്കുന്ന നിലയിലേക്ക് അതിന്റെ സ്വഭാവത്തെ അൻവർ മാറ്റുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അവിടെ പി.വി. അൻവർ ഒറ്റപ്പെടുകയാണ് എന്നതാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരിക്കുന്ന ഈ വാർത്താക്കുറിപ്പിലൂടെ പ്രകടമാകുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പ്രധാനമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ആരോപണങ്ങളായിരുന്നു. 2 മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളാണ്. ഈ 2 ആരോപണങ്ങളും മുഖ്യമന്ത്രി എന്ന നിലയിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മേധാവി എന്ന നിലയിൽ, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നയാൾ എന്ന നിലയിൽ പിണറായി വിജയന് കേടുപാടുകൾ സംഭവിക്കുന്ന ആരോപണങ്ങളായിരുന്നു. ഈ ആരോപണങ്ങളിൽ പാർട്ടി തനിക്കൊപ്പം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ പി.വി. അൻവറിന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല, അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ രഹസ്യമായ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അൻവറിനെതിരെ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ആരുടെയൊക്കെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പി.വി. അൻവർ ഇത്ര ശക്തമായി മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനം വഹിക്കുന്ന ADGPക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന ചോദ്യമുണ്ടായിരുന്നു. കെ.ആർ. ഗോപികൃഷ്ണൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കെ.ആർ. ഗോപികൃഷ്ണനിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. ഇപ്പോൾ ദീപക് ധർമ്മടം കൂടി കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക് ധർമ്മടം, ഈ അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ആര് എന്നുള്ള ചോദ്യമൊക്കെ സജീവ ചർച്ചയായി നിന്നതാണ്. ഈ വലിയ പ്രതീക്ഷ പാർട്ടിയിൽ അൻവർ വെച്ചു പുലർത്തിയിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഈ വിവാദം രൂപപ്പെട്ടതിന് ശേഷം നമ്മൾ കണ്ടതാണ്. അന്വേഷണം നടക്കട്ടെ എന്ന് പാർട്ടി പറയുമ്പോഴും പാർട്ടിയുടെ പിന്തുണ ഈ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടോ എന്നുള്ള സംശയം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചർച്ചകളൊക്കെ സജീവമായി നിന്നതാണ്. അതിനിടയിൽ അൻവറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അൻവറിന്റെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് CPIM എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെ കാണണം? അതിനിടയിൽ തന്നെ അൻവറിനെതിരെ ഇന്റലിജൻസ് അന്വേഷണം വരാൻ പോകുന്നു എന്നടക്കമുള്ള മറ്റു ചില നിർണായകമായ നീക്കങ്ങൾ കൂടി സമാന്തരമായി നടക്കുന്ന ഘട്ടത്തിൽ ദീപക് ധർമ്മടം. റിജിത്ത്, ഇന്ന് കാലത്ത് 24 ബ്രേക്ക് ചെയ്ത ഇന്റലിജൻസ് അന്വേഷണം, അതായത് അൻവറിനെതിരെ സർക്കാർ തിരിയുന്നു എന്ന 24ന്റെ ബ്രേക്കിങ്ങിന് ശേഷം ഉണ്ടാകുന്ന സംഭവമാണ് യഥാർത്ഥത്തിൽ ഈ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് എന്നുകൂടി നമ്മൾ
കൂട്ടി വായിക്കേണ്ടതാണ്. അതായത് അൻവറിനെ പൂർണ്ണമായി ഇന്നലെ മുഖ്യമന്ത്രി തള്ളിയതിനു ശേഷം ഒരു അന്വേഷണത്തിന് ശേഷം പാർട്ടി തള്ളുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും ദിവസം ഈ വിഷയത്തിൽ CPIM-ഉം സർക്കാരും പ്രതികരിക്കാതിരുന്നത് വളരെ കൃത്യമായി വിഷയത്തെ പഠിക്കുകയായിരുന്നു. അതിന് ADGP മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നു. പാർട്ടി തന്നെ ഈ കാര്യത്തിൽ പ്രാദേശികമായി പോലും വിവരശേഖരണം നടത്തി. അൻവറിന് പുറകിൽ പലരുമുണ്ട്, അൻവറിന് പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്, വലിയ രീതിയിലുള്ള മാധ്യമ ഗൂഢാലോചന, അതുപോലെ തന്നെ പണം ഇറക്കി എന്നുള്ളതൊക്കെയുള്ള വിവരങ്ങൾ പാർട്ടിക്ക് ലഭിച്ചു, സർക്കാരിന് ലഭിച്ചു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു വിവരം ലഭിക്കുന്നത്. സംസ്ഥാന ഇന്റലിജൻസ് അൻവറിന് പുറകിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നും വിവരങ്ങൾ ചോർന്ന വിഷയങ്ങൾ, ഇതെല്ലാം അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. ആ സർക്കാർ തീരുമാനത്തിന് പുറകിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ, രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഏതായാലും CPIM സെക്രട്ടേറിയറ്റിന്റെ ഈ പ്രസ്താവന വരുന്നതോടുകൂടി പൂർണ്ണമായും രാഷ്ട്രീയമായി അൻവറിനെ CPIM തള്ളിപ്പറയുകയാണ്. കാരണം അൻവർ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പാർട്ടി ശത്രുക്കളുടെ, സർക്കാർ ശത്രുക്കളുടെ ഒരു ആയുധമായി മാറി എന്നത് തന്നെയാണ് ഈ പ്രസ്താവനയിൽ. അൻവറിനോട് യോജിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, ഇതിൽ നിന്നും മറ്റുള്ളവർ പിൻവലിയണം എന്ന് പറയുമ്പോൾ അൻവറിന് റെഡ് സല്യൂട്ട് നൽകി സോഷ്യൽ മീഡിയയിൽ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അഭിവാദ്യങ്ങൾ ചെയ്തിരുന്നു. അതെ, ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. അതും പ്രധാനമാണ്. ഇത്തരം രീതികളിൽ നിന്ന് പിന്തിരിയണം എന്നുള്ള മുന്നറിയിപ്പ് CPIM നൽകുന്നതോടുകൂടി അൻവറിനെ പിന്തുണച്ചുകൊണ്ട് നടത്തുന്ന, അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഉള്ള രീതിയിൽ നടത്തുന്ന സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ അടക്കം ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി പരോക്ഷമായി CPIM നൽകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്.